നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉണങ്ങിയ മാങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് ഉണങ്ങിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ മാങ്ങ ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു. അതിലേക്ക് നമുക്കത് മുങ്ങാൻ ആവശ്യമുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അച്ചാറിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് വീട്ടിലുണ്ടായ വെള്ളക്കാന്താരിയാണ്, അത് പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചോപ്പറിലെല്ലാം കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ അരക്കപ്പിലും കുറച്ച് കുറവ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അരക്കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് കാന്താരി, പിന്നെന്താ കുറച്ച് കറിവേപ്പില. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ നല്ല തിളച്ച വെള്ളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച മാങ്ങയൊക്കെ നല്ല ഇത് കണ്ടല്ലോ കുതിർന്നിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ നമ്മളിലേക്ക് ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം, ബാക്കി മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതുവരെ ഉപ്പ് ഇതിലിട്ടിട്ടില്ല, കാരണം മാങ്ങ നല്ല ഉപ്പിട്ട് ഉണക്കി വെച്ചതല്ലേ. നമുക്ക് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്തായാലും കുറച്ച് ഇടേണ്ടി വരും. നമ്മൾ ഇത്ര ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടില്ലല്ലോ, മസാലപ്പൊടിയൊക്കെ. നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടില്ല, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. നമ്മൾ ഉപ്പ് തീരെ ഇട്ടിട്ടില്ലല്ലോ. 1 സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്. അതിനൊന്നിച്ച് വറുത്ത് പൊടിച്ചതുള്ളതിൽ നിന്ന് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി വേണ്ടത് കായാണ്, 2 ടീസ്പൂൺ കായും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക്. കഞ്ഞീൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളുടെ അച്ചാർ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാം, കുറേ കാലം കേടാവാതിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അച്ചാറിന് ഇത്ര തന്നെ കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് അരക്കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്